ഹലോ VPS ലേക്ക് ഷോർ പ്രിയപ്പെട്ട അണിയറ പ്രവർത്തകർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന രഞ്ജിത്ത്. മനസ്സിൽ ഇന്ന് മായാതെ നിൽക്കുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്കൊരു മോഹം. ഇനി സോഷ്യൽ മീഡിയ നോക്കി നിന്നിട്ട് അവസാനം ഞാൻ കേട്ടില്ല ചേച്ചി കത്ത് എന്ന് പറയരുത് കേട്ടോ. ബാല്യത്തിലെ അവധിക്കാല സായന്തനങ്ങളിൽ അച്ചാച്ചന്റെ ബീഡിപ്പുകയുടെ ഗന്ധത്തോടൊപ്പം ഒഴുകി വരുന്ന കമ്പോള വില നിലവാരം ആവിയിൽ വേകുന്ന 4 മണി പലഹാരത്തിന്റെ സുഗന്ധത്തോടൊപ്പം കാതുകൾ കിംബമാകുന്ന കിളിയെ കിളിയെ എന്ന പ്രിയഗാനം. അതിപ്പോ റീമേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓർമ്മത്താളുകൾ മറയുമ്പോൾ ആദ്യമായി തെളിഞ്ഞു വരുന്ന ആകാശവാണി ബന്ധം. പിന്നെ എപ്പോഴോ ആകാശവാണി വാർത്തകളുടെ ശബ്ദമായ സുഷമ മോഹനും കൗതുക വാർത്തകളുമായി ഞായറാഴ്ചകളെ സമർത്ഥമാക്കിയിരുന്ന രാമചന്ദ്രൻ സാറും കുടുംബാംഗങ്ങളെ പോലെയായി. സംവത്സരങ്ങൾ പലത് കഴിഞ്ഞിട്ടും കാലത്തിന്റെ അനിവാര്യമായ മാറ്റത്തിനൊപ്പം ജീവിതാവസ്ഥകൾക്ക് നിശ്ചയിക്കപ്പെട്ട അന്തരങ്ങൾ വന്ന് ഭവിച്ചിട്ടും ഗൃഹാതുരത്വം എന്നതിന്റെ മറുവാക്കായി ആകാശവാണി എന്നും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കൊച്ചി FM-ന്റെ ടെമ്പററി പാനലിൽ പാർട്ട് ടൈം അനൗൺസർമാരെ ക്ഷണിച്ചുകൊണ്ടൊരു പരസ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തൊഴിൽ മേഖല തികച്ചും വ്യത്യസ്തമാകിലും ഭാഷയോടുള്ള പ്രത്യേക താല്പര്യം പരിഗണിച്ച് ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. ചുരുക്കി പറയാനാണെങ്കിൽ ടെസ്റ്റും ഇന്റർവ്യൂവും ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1001 രാവുകളിലെ മാന്ത്രിക പരവതാനിയിൽ കയറി ഞാൻ ഒരു സഞ്ചാരം ആരംഭിച്ചു. അല്ലറ ചില്ലറ എഴുത്തും വായനയുമായി നടന്നിരുന്ന ഞാനതാ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും റേഡിയോയുടെ മധുര ശബ്ദമായി നിറയുന്നു. തെറ്റിദ്ധരിക്കരുത്, അശേച്ചിയെ പോലെ പാട്ടുകാരിയൊന്നും അല്ലെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നത് എനിക്ക് മധുരതരമല്ലാതിരിക്കുമോ? ആശകൾ കതിരെന്നത് ആകാശമാകണം എന്നതാണ് എന്റെ പോളിസി. അതുകൊണ്ട് തന്നെ ഞാൻ സുഷമ മോഹനായി ഉറങ്ങി TP രാധാമണിയായി ഉണരും. ശബ്ദം കൊണ്ട് അറിയപ്പെടാൻ ദൈവം തന്ന അസുലഭാവസരം. ട്രെയിനിങ്ങിന്റെ ഭാഗമായി 9 ദിവസം ട്രാൻസ്മിഷൻ ബൂത്തിൽ ട്രെയിനിങ് ഉണ്ട്. ആദ്യ ദിവസം അവിടെ കാലെടുത്ത് വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ആലീസിന്റെ അത്ഭുത ലോകത്തെത്തിയ പ്രതീതി. വർഷങ്ങളുടെ പരിചയമുള്ള റേഡിയോ എന്ന പ്രിയ സുഹൃത്തിന്റെ തറവാട്. തുടക്കത്തിൽ പരിപാടികൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നായിരുന്നെങ്കിലും കൊച്ചി നിലയം ആരംഭിച്ചതോടെ അവിടുത്തെ പരിപാടികളും പ്രിയപ്പെട്ടതായി. ആധുനിക സജ്ജീകരണങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന മനോഹരമായ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ചലച്ചിത്ര ഗാനങ്ങളുടെയും റെക്കോർഡഡ് പ്രോഗ്രാമുകളുടെയും തീരാത്ത ശേഖരം, കൂടാതെ ഗാനങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന പഴയ രജിസ്റ്ററുകൾ, ശ്രോതാക്കളുടെ കത്തുകൾ ഒരു ട്രെയിൽ സൂക്ഷിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒരു പ്രിയ ശ്രോതാവിന്റെ പേര് അവിടെയുള്ള നോട്ടീസ് ബോർഡിൽ കുറിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ പരിപാടികൾ സെലക്ട് ചെയ്യുന്നത് തുടങ്ങിയ 1000 കാര്യങ്ങൾ അവിടുത്തെ അവതാരക പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എന്റെ ശ്രദ്ധ സ്റ്റുഡിയോയിലെ സ്ഥാവര വസ്തുക്കളിൽ പാറി നടക്കുകയാണ്. പരിപാടിക്കിടെ അനൗൺസർ എന്തോ ആവശ്യത്തിനായി പുറത്തേക്ക് പോയി. അപ്പോൾ റൂമിൽ ഞാൻ മാത്രം. പതുക്കെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ക്യൂ ഷീറ്റ് ഒന്ന് എടുത്തു നോക്കി. മൈക്കും മുന്നിലെ കസേരയും ഒക്കെ ഒന്ന് അടുത്തുപോയി പരിശോധിച്ചു. എത്ര മഹാരഥന്മാരായിരിക്കും ഈ കസേരയിൽ ഇരുന്നത്! ഈ മൈക്കിൽ കൂടി പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത്. ലളിതഗാനങ്ങൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന പഴയ രജിസ്റ്റർ എടുത്ത് ആ താളുകളുടെ ഗന്ധം ഒന്ന് ആസ്വദിച്ചു. ചുണ്ടിൽ ആത്മസംതൃപ്തിയുടെ പുഞ്ചിരി. ഒരനക്കം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ റൂമിന്റെ വാതിൽക്കൽ അല്പം ശങ്കയോടെ എന്നെ നോക്കിക്കൊണ്ട് പ്രീതി മാഡം നിൽക്കുന്നു. കുട്ടി ആ സീറ്റിൽ പോയിരുന്നോളൂ, മൈക്കിനടുത്തേക്കൊന്നും ഇപ്പം പോകണ്ട കേട്ടോ. അനുസരണയോടെ ഈ കുട്ടിയുടെ സീറ്റിൽ പോയിരുന്നു. അല്പനേരം കൂടെ ചിന്താമഗ്നയായി എന്നെ നോക്കി നിന്ന ശേഷം മാഡം തിരിച്ചുപോയി. പിന്നെ പുതിയ ട്രെയിനിയുടെ പെരുമാറ്റത്തിൽ കാതലായ ഒരു തകരാറുള്ളതായി മാഡം വിചാരിച്ചോ ആവോ. അടുത്ത ദിവസം എന്നെ തേടി ആ സുവർണ അവസരം വന്നെത്തി. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇന്നാദ്യം K. ജയകുമാർ വരികൾ എഴുതി ജോൺസൺ സംഗീതം നൽകി യേശുദാസും ഗംഗയും പാടിയ ഗാനം. ചിത്രം പക്ഷേ സൂര്യാംശുവോരോ വയൽപ്പൂവിലും എന്ന് തുടങ്ങുന്ന അനുപമ സൃഷ്ടി. ഇതിലും നല്ലൊരു തുടക്കം ആർക്കാണ് ഉണ്ടാവുക? കൂടാതെ റേഡിയോയിലൂടെ എന്റെ ശബ്ദം ലോകം കേട്ടിരിക്കുന്നു. പക്ഷേ സമ്മർദ്ദത്തിന്റെ പാരമ്യത്തിൽ ഇതൊക്കെ പറഞ്ഞു പിടിപ്പിച്ച എന്റെ ചെവികളിൽ ഏതോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴങ്ങുന്നുണ്ട്. ദൈവമേ, സിഗ്നേച്ചർ ട്യൂണിന്റെ ഫേഡർ താഴ്ത്താൻ ഞാൻ മറന്നു. കുറച്ചു കഴിഞ്ഞപ്പം എനിക്ക് കാര്യം മനസ്സിലായി. അനൗൺസ്മെന്റിന് അകമ്പണി സേവിച്ച് എന്റെ കാതുകളിൽ മുഴങ്ങുന്ന താളവാദ്യം പെരുമ്പറ പോലെ മുഴങ്ങുന്ന എന്റെ ഹൃദയമിടിപ്പാണ്. എവിടേക്കോ യാത്ര പോകാനായി ഒരു പാർട്ട് ടൈം ഡ്രൈവർ പയ്യനെയും കൊണ്ട് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന എന്റെ പപ്പ വണ്ടിയിലിരുന്നാണ് എന്റെ അനൗൺസ്മെന്റ് കേട്ടത്. പപ്പ ആ പയ്യനോട് പറഞ്ഞു, എന്റെ മോളാണ് ആ വായിക്കുന്നത്. അവൾ പാലാരിവട്ടത്താണ് താമസിക്കുന്നതേ. നമ്മുടെ വീട്ടിൽ നിന്നും വലിയ ദൂരമില്ല. അടുത്ത ദിവസം 10 മണിയോടെ സ്പോർട്സ് ന്യൂസ് വായിച്ചത് ഞാനാണ്. തൊണ്ട വരളുന്നത് ഞാൻ അറിയുന്നുണ്ട്. അവസാനം വായിച്ച വാർത്ത ഇതാണ്: ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം
ചെന്നൈയിലെ ചിപ്പാക് സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകുന്നേരം 7-ന് നടക്കും. വായനയൊക്കെ ഗംഭീരമായെന്ന വിശ്വാസത്തിൽ ഞാൻ ക്ലിനിക്കിലെത്തി. എന്റെ എല്ലാ സാഹിത്യ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന ക്ലിനിക്കിലെ സന്തത സഹചാരിയായ വിനീത ഫോണും പിടിച്ചു നിൽപ്പാണ്. ഇന്ന് ഡോക്ടർ തകർത്തിട്ടുണ്ട്. ദേ കേട്ടു നോക്കിയേ, ഞാൻ റെക്കോർഡ് ചെയ്തതാ. ഞാൻ കേട്ടു നോക്കി. സംഗതി ശരിയാണ്, ഞാൻ തകർത്തു. 2020 മാച്ചിന്റെ ആദ്യ മത്സരം ഞാൻ ചെന്നൈയിൽ നിന്നും മാറ്റി ചൈനയിൽ കളിപ്പിക്കാനുള്ള തീരുമാനം അറിയിച്ചിട്ടുണ്ട്. കുറ്റം പറയരുതല്ലോ, സ്റ്റേഡിയം ഉൾപ്പെടെ ചൈനയിൽ എത്തിച്ചിട്ടുണ്ട്. വിശ്വാസ്യതയുടെ അവസാന വാക്കായ ആകാശവാണി വാർത്തയിലാണ് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത്. അനൗൺസ്മെന്റിൽ അബദ്ധത്തിൽ എങ്ങാനും ചെറിയ തെറ്റ് വരുത്തിയാൽ ക്ഷമാപണം നടത്തി ഉടൻ തന്നെ തിരുത്തു കൊടുക്കണം എന്നതാണ് അവിടുത്തെ നിയമം. തലേ ദിവസം AK ലോഹിതദാസ് എന്നതിന് പകരം ഒരൊറ്റ പ്രാവശ്യം ഞാൻ K ലോഹിതദാസ് എന്ന് വായിച്ചതിന് മിനിറ്റുകൾക്കകം ഒരു ശ്രോതാവ് വിളിച്ച് തിരുത്താൻ ആവശ്യപ്പെട്ടത് എന്റെ ഓർമ്മയിലുണ്ട്. ഇതിപ്പോ ക്രിക്കറ്റ് ടീമിനെ ചൈനയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ട് മണിക്കൂർ 2 എവിടെ പോയി തിരുത്താനാണ് എന്റെ ഈശ്വര. എനിക്ക് കലശലായ ദേഷ്യം വന്നു. ആരോടാ? വിനീതയോട്. തനിക്ക് രാവിലെ ക്ലിനിക്കിൽ വേറൊരു പണിയില്ലേ? എപ്പോഴും ഫോണും കൊണ്ട് നടന്നോണം. ഉടൻ ഉത്തരം വന്നു, ഞാൻ ഡോക്ടറിന് ഒരു സർപ്രൈസ് തന്നതാ. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ ശബ്ദം കൊണ്ട് അറിയപ്പെടാൻ മോഹിച്ച ഞാൻ ശബ്ദം മാത്രമായി ഭൂമിയിൽ അവശേഷിക്കാൻ സാധ്യത അധികമാണ്. ഞാൻ പരിപാടിക്ക് സുല്ലിട്ടു. മധ്യവയസ്സിലേക്ക് കടന്നിരിക്കുന്ന ഈ വേളയിൽ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും എനിക്ക് കാര്യമായ നഷ്ടബോധമില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ആകാശവാണിയിലെ അവസരം നഷ്ടമാക്കിയത് ചെറിയൊരു നോവായി മനസ്സിൽ പടരും. ഉടൻ തന്നെ ഫോൺ എടുത്ത് ഞാൻ നമ്മുടെ വിനീതയുടെ 2020 സർപ്രൈസ് ഒന്ന് കേട്ടു നോക്കും. അപ്പൊ കിട്ടുന്ന ഒരു ആശ്വാസം. ഭാഗ്യം അന്നേ നിർത്തിയത് നന്നായി. ഇതിലും വലിയത് എന്തോ വരാനിരുന്നതാണ്. ദൈവം രക്ഷിച്ചു. പരിപാടി വളരെയധികം നന്നാകുന്നുണ്ട്. കത്ത് നീണ്ടുപോയതിൽ ക്ഷമിക്കുക. സ്നേഹാശംസകളോടെ ഡോക്ടർ ബീന രഞ്ജിത്ത്. അപ്പൊ ബാലേട്ടാ, എന്താണ് എനിക്ക് ഡോക്ടറോട് നല്ല ഇഷ്ടമായി കേട്ടോ. കാരണം ചൈനയിലേക്ക് 2020 ക്രിക്കറ്റ് ഒക്കെ അല്ല, ആലോചിച്ച് നോക്കൂ, ഒരക്ഷരം മാറിയാലേ വായിന്ന് പോവുകയും ചെയ്തു. ആകെ ഒരു 6 സെക്കൻഡോ 10 സെക്കൻഡോ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് മാറ്റാനുള്ള ഒരു സമയം. പോയാ പോയി. എല്ലാ ജോലിക്കും അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. ബീന രഞ്ജിത്ത്, ആർക്കാണ് ഇത്തരം അനുഭവങ്ങൾ ഇല്ലാത്തത് അല്ലെ? നമ്മള് എല്ലാവരും നമ്മുടെ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ആ പ്രൊഫഷനിലേക്ക് കയറി വരുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും. ഇപ്പോ ആശേച്ചി എവിടെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് റേഡിയോയിൽ പ്രോഗ്രാം ചെയ്ത്? കോഴിക്കോട്ടായിരുന്നു. പാട്ടായിരുന്നല്ലോ ബാലേട്ടാ. പാട്ട് പിന്നെ ഓർക്കസ്ട്രക്കാരും എല്ലാവരും സംസാരം തുടങ്ങിയത് ദുബായിൽ നിന്നാണോ? ദുബായിൽ നിന്ന്. ഒരുപാട് കാലം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് അബദ്ധങ്ങൾ പറ്റും ബാലേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവം. ഞാനിപ്പോ കണ്ണൂർ ആകാശവാണി FM സ്റ്റേഷനിലാണ് ആദ്യം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയത്. അപ്പൊ ഈ നമ്മളെന്താ അതിനെ പറഞ്ഞ സ്പൂളിൽ നിന്നാണോ? സ്പൂളിൽ റെക്കോർഡ് ചെയ്യുമ്പോ ഇങ്ങനെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് പകരം ഞാൻ അങ്ങനെ ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്തു. അപ്പൊ ആദ്യം തന്നെ രാവിലെ തന്നെ അവിടെ സുഭാഷിതം റെക്കോർഡ് ചെയ്തത് പോയി. അപ്പൊ നമ്മളിങ്ങനെ പറയും, ആകാശവാണി കണ്ണൂർ യുവവാണി. യുവവാണിയിൽ ഇന്നത്തെ ആദ്യത്തെ ഗാനം ചിത്ര പാടിയത്. ചിത്രം ചിത്രം ഇത്രയും പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു 3 ചിത്രം ഒരു കളവ് പറയാൻ സമ്മതിക്കൂലേ? ആണ്. അതെന്താ യുവവാണിയിൽ പാട്ട് പാടില്ല? യുവവാണിയില് യുവതലമുറകൾ അവതരിപ്പിക്കുന്ന പരിപാടികളാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലേ. അപ്പൊ ഞാൻ ഇത് കൊറേ സ്ഥലത്ത് ഈ കളവ് പറഞ്ഞിട്ട് അപ്പൊ കളവ് പറയുമ്പോ ആലോചിക്കണം. എന്തായാലും ഡോക്ടർ അത് നിർത്തേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. ഒരു സുപ്രഭാതത്തിൽ ഒരാള് സൈക്കിൾ ഓടിച്ചങ്ങ് പോവില്ല. 1-2 പ്രാവശ്യം വീണ് മുറിവൊക്കെ പറ്റി പിന്നെയാണ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സൈക്കിൾ ഓടിക്കാൻ പറ്റും. നമ്മളെ വിളിച്ചോളൂ ഡോക്ടർ, ഞാൻ ഒരു അടിപൊളി അവതാരകയാക്കിട്ട് മാറ്റിത്തരാം. അതെ,